ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സഹിക്കാനാവാതെ മാഷിൻ്റെ സങ്കടങ്ങൾ പറയാനിട്ട് രഘു ഒരിക്കലും നേരമില്ല എന്നാണ് തോന്നുന്നത്. പാവം എൻ്റെ അമ്പിളി മോള് ഒരുപാട് സഹിച്ചു എന്നൊക്കെ ദാസിനോട് പറയുമ്പോൾ ദാസ് പറയണേ, അണ്ണ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും അണ്ണൻ സമാധാനിക്ക് എന്നൊക്കെ ആശ്വാസവാക്ക് നൽകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രനും അനുപമയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഇറങ്ങി വരുമ്പോൾ തന്നെ സത്യനും ഷ്യാമും സോനയും പുറകെ സുശീലയും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഓടി വന്ന് ചോദിക്കുകയാണ്, അത് ഇന്ദ്രട്ട എന്ന് വിളിക്കുമ്പോഴേക്ക്, എടാ ഇവിടേക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഉണ്ടായില്ല, ഒന്ന് ചെറുതായി അങ്ങ് ചാറി, അല്ലാതെ പ്രത്യേകിച്ചൊന്നും. പക്ഷേ ഇടിയും കാറ്റും അത് ഭയങ്കരമായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അത് കേട്ട ഉടനെ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, മറിച്ച് ഇവിടെ വേറൊരു സംഭവം ഉണ്ടായി എന്ന് ഷ്യാമു പറയണ. അതെന്താടാ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പേടിച്ചു കേട്ടോ. അതെ, ഒരു വഴി തെറ്റി ഒരു ഭ്രാന്തനാണോ വഴിപോക്കനാണോ ഒന്നും അറിയില്ല, ഒരാൾ ഇവിടെ കയറി വന്നിരുന്നു. അത് കേട്ട ഉടനെ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഒരാൾ ഇവിടെ കയറി വന്നിരുന്നു. അയാൾ എന്തൊക്കെ പറയാതിരിക്കുമ്പോഴേക്കും ഇവിടെ നിന്നും ആദ്യം അമ്മയാണ് കണ്ടത്, സുശീല ആൻറ്റിയാണ് കണ്ടത്. പിന്നീട് ആൻറ്റി പറഞ്ഞത് പ്രകാരം ഞങ്ങളെല്ലാവരും കൂടി അവരെ പുറത്താക്കി. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, ആരാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ടേ, എന്തിനാണ് ഈ അർദ്ധരാത്രി അയാൾ കയറി വന്ന് നോക്കേണ്ടേ? അത് കേട്ട ഉടൻ തന്നെ ഞങ്ങൾ പെട്ടെന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അയാൾ അന്ന് വിച്ചുമോനെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ഒരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതങ്ങ് കേൾക്കുമ്പോൾ അനുപമയുടെ ഉള്ളിൽ ആ തീപ്പൊരി വീണു കേട്ടോ. കാരണം ചെറുതായി ഒന്ന് വീണ് കിടക്കല്ലേ. അപ്പോൾ അനുപമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം അയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, പക്ഷേ മുഖമല്ല വ്യക്തമല്ല. എന്തായാലും പറഞ്ഞു വെച്ചു, ഇങ്ങനെയൊക്കെയാണോ ഒരു പെരുമാറ്റം? കാരണം ആരാണ് വീട്ടിൽ വരുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ട സത്യം അയാളെ പുറത്താക്കാൻ. അയാളെ എന്തിനാണ് ഈ അസമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വന്ന് നോക്കണ്ടേ? അപ്പോഴേക്കും സുശീല പറയണത്, വല്ല വഴിപോക്കന്മാരും ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അയാളുടെ വിത്തും പേരൊക്കെ അന്വേഷിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി, അനുപമക്ക് മനസ്സിലായി സുശീല ഭയക്കുന്നു എന്ന്. ഇതേ സമയം ഉടൻ തന്നെ എന്തായാലും അവരുടെ പേരൊക്കെ ചോദിക്കണം. ഇനി ഇവിടെ CCTV ഒന്ന് പൊടി തട്ടി എടുക്കണം, അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം. വിനയ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞതാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയാണ്, CCTV ഇനി എന്തായാലും പൊടി തട്ടാനൊന്നും നിൽക്കണ്ട എന്ന് സുശീല പറയാണ്. കാരണം ഒരു ഭ്രാന്തന് ഒരു വഴിപോക്കിന് ഈ വഴി കയറി വന്നതെന്ന് കരുതി CCTV പൊടി തട്ടണോ? എടി സോന, ഇനി ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാതെ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരെ കഴിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോഴേക്കും സോന ചോദിക്കുകയാണ്, എൻ്റെ അനുചേച്ചി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലടി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നീ എന്തായാലും അമ്മക്ക് വിളമ്പി കൊടുക്ക്. വിച്ചുമോൻ എവിടെ? റൂമിലുണ്ട്, അവൻ പേടിച്ച് ഉറങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറയാൻ കേട്ടോ. എന്തായാലും നീ അമ്മക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കെന്നും പറഞ്ഞ് പോവുകയാണ്. പിന്നീട് ഇന്ദ്രൻ എന്തൊക്കെയോ നിന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് വിനയനെയാണ് കാണിക്കുന്നത്. ചീരുവിൻ്റെ റൂമിലോട്ട് പതിയെ കടന്നുകൂടാനും. അപ്പോൾ ചീരു ഇങ്ങനെ കുഞ്ഞുങ്ങളോട് കളിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്താ ചീരു, നീ എന്താ ഇങ്ങനെ? ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഒരു ഭർത്താവ് പണി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ഓടിക്കൊണ്ട് വന്ന് ഭർത്താവിന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് വിനയേട്ടൻ പഴയ ആ ഒരു ഇന്നലെ കല്യാണം കഴിഞ്ഞ ആ ഒരു ജീവിതമല്ലല്ലോ ഇന്ന് നമുക്കുടെ ഇടയിൽ 3 മക്കളില്ലേ. അപ്പോൾ ആ മക്കൾക്ക് അവരുടേതായ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? എന്നാലും ചെയ്തു അങ്ങനെയല്ലേ പഴമക്കാർ പറയുന്നത് പോലെയൊന്നും ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യണം. അപ്പോൾ അതിന് അവരുടെ കാര്യം ചെയ്യുമ്പോൾ വിനയേട്ടന് എന്തിനപ്പോൾ ഞാൻ ചെയ്തു തരേണ്ട ആവശ്യം? വിനയേട്ടന് സ്വന്തമായി അങ്ങ് ചെയ്തൂടെ എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ വിനയം പറയണേ, അതായിക്കോട്ടെ, എന്തായാലും നീ നമ്മുടെ റൂമിലോട്ട് കിടക്കാൻ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എൻ്റെ മക്കളെ കൂടെയാണ് ഞാൻ കിടക്കുന്നത്. മക്കൾ അമ്മയുടെ കൂടെ കിടന്നോളൂ. ഇത്രയും നാളും അമ്മയുടെ കൂടെയല്ലേ കിടന്നത്. ഇനി അവരുടെ സ്വന്തം അമ്മ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കിടക്കട്ടെ. കാരണം എൻ്റെ മക്കൾ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ഞാൻ അവരെ അകറ്റി നിർത്തിയപ്പോഴേക്കും അവർ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. ഇനി അകലാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും എൻ്റെ മക്കൾ എൻ്റെ കൂടെ എന്ന് പറയട്ടോ. എന്നാൽ ചിരു, ഞാൻ ഈ റൂമിൽ കിടക്കട്ടെ. അത് കേട്ട ഉടൻ തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ ചിരു, നീ എന്നെ അകറ്റിക്കളയുന്നത്? ഞാൻ ഈ റൂമിൽ കിടക്കട്ടെ. നിങ്ങളുടെയൊക്കെ സ്നേഹം അതുപോലെ തന്നെ നിങ്ങളൊക്കെ പരിപാലിച്ച് ഞാനും ഇവിടെ കിടക്കാൻ എന്നൊക്കെ പറഞ്ഞ് പായെടുത്ത് താഴെ കിടക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ ചിരി പറയണേ, എന്തിനാ വിനയേട്ട താഴെ കിടക്കുന്നത്? വിനയേട്ടനെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നൂടെ? അവിടെ കിടക്കാൻ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ താഴെ
താഴെ കിടന്ന നീ എൻ്റെ വിച്ചുമോനെ അങ്ങ് തരുമോ, വിജയ് മോനെ അങ്ങ് തരുമോ? അത് കേട്ടോടുന്നതിന് ഇല്ലല്ല മോനെ ഉറങ്ങി, ഇനി അതവിടെ കിടന്നോട്ടെ എന്ന് പറയണം. അങ്ങനെ മക്കളെ ഇനി നമുക്ക് നാളെ കളിക്കാട്ടോ, ഇന്ന് വേണ്ട, അയ്യോ ഇന്ന് കളിക്കണം, വേണ്ട മക്കളെ നാളെ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് രാർച്ചയും ഭദ്രയും ഒരുമിച്ച് പിടിച്ച് അവരെ ഉറക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അത് കാണുന്നത് ഇവറ്റങ്ങൾ കാരണം എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല, ഇവറ്റങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോകുന്നത് എന്നിങ്ങനെ വിനയൻ പിറുപിറു പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ അനുപമ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. അനുപമക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. അനുപമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ആ ഒരു വിച്ചുമോനെ തട്ടിക്കൊണ്ട് ശ്രമിച്ച ആളുടെ മുഖം ഇങ്ങനെ കാണാണ്, ശേഖരൻ്റെ മുഖം ഇങ്ങനെ കണ്ണിൽ കാണാണ്. അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ എവിടേക്കോ സുശീല ആരൊക്കെയോ ഭയക്കുന്നത് പോലെയും, പിന്നീട് രാത്രി സുശീല എടി ഞാൻ അയാളെ പേടിച്ച് ഇവിടെ നിന്ന് മാറി നിന്നു, അയാൾ കണ്ണിൽ പെട്ടില്ല എന്നൊക്കെ പറയുന്നതും, പിന്നീട് അവിടെ നിന്നുള്ള സുശീലയുടെ ഓരോ പ്രവൃത്തി അനുപമയുടെ ഉള്ളിലൂടെ കടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ആൾ തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്ന് അനുപമക്ക് തോന്നാണ്. അങ്ങനെ അനുപമ ഇന്ദ്രേട്ട ഒന്ന് എണീക്കോ? അപ്പോൾ ഇന്ദ്ര എണീക്കുന്നില്ല. പിന്നെയും ഇന്ദ്രനെ ഇങ്ങനെ നിൽക്കാതെ വിളിക്കുമ്പോൾ ഇന്ദ്രൻ എണീക്കണം. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കാണ്, എന്താ ഉറങ്ങാൻ സമ്മതിക്കാത്ത, നീ എന്താ ഉറങ്ങാത്ത, നിനക്ക് ഉറക്കം കിട്ടുന്നില്ലേ? അതെ ഇന്ദ്രേട്ട ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ ഈ അസമയത്ത്? അതെ ഇന്ദ്രേട്ടൻ്റെ ഇന്ദ്രേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വന്നത് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, നമുക്കറിയാവുന്ന വ്യക്തി എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ ഇന്ദ്രേട്ട നമ്മളെല്ലാവരും ഭയക്കുന്ന ഒരു വ്യക്തി, എന്ത് വ്യക്തി? ഇന്ദ്രേട്ടൻ്റെ അച്ഛൻ. നീ എന്തൊക്കെയാണ് അനു ഈ പറയുന്നത്? അതെ ഇന്ദ്രേട്ടൻ്റെ അച്ഛനാണെങ്കിലോ ഒരു പക്ഷേ ആ വ്യക്തിയെ തിരക്കി പോയിക്കൂടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ നീ ഒന്നും മിണ്ടാതിരുന്നാനോ, വെറുതെ ആവശ്യമില്ലാത്ത ചെയ്യാതെ നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ സ്വന്തം അമ്മ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമല്ലേ ഞാൻ ഈ പറയുന്നത്. അയാളാണ് വന്നതെങ്കിൽ ഇത്രയും കാലം കുടുംബത്തിനോട് കൂറും കാര്യങ്ങളും ഇല്ലാത്ത ആ മനുഷ്യൻ ഇന്ന് വരാൻ എന്തൊക്കെയാണ് നീ പറയുന്നതെന്നില്ല, അതൊക്കെ കഴിഞ്ഞ കഥ, ഇനി അത് ഓർത്തെടുക്കേണ്ട എന്ന് പറയട്ടോ. ഇതേ സമയം അനുപമയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവർ പേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അയാൾ തന്നെയായിരിക്കും. എന്തായാലും ഇതിൻ്റെ പിറകെ പോകണമെന്ന് അനുപമ ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് സുശീല അർദ്ധരാത്രി ടെറസിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ആ തെളിവുകളെല്ലാം കത്തിച്ച് ചാരമാക്കി മുറ്റത്തോട്ട് ഇടാണ് കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ ആവുന്ന രംഗാണ്. അനുപമ എണീറ്റ് വന്നു, മുറ്റമടിക്കാൻ ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് കുറേ ചാരപ്പൊടികൾ താഴെ കിടക്കുന്നു. അനുപമക്ക് സംശയം തോന്നുന്നു, ഇതാരാ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെ ഇവിടെ ഇങ്ങനെ ഇത് വന്നു, തീർച്ചയായും ഇത് എവിടുന്നേ എന്നിങ്ങനെ ചിന്തിച്ച് മുകളിലോട്ട് നോക്കുകയാണ് കേട്ടോ. തീർച്ചയായും ഇത് മുകളിൽ നിന്ന് കത്തിച്ച് ആരോ താഴത്തിട്ടതുപോലെയാണ് തോന്നുക. അപ്പോൾ അത് ചെയ്തിരിക്കുന്നു. ഇന്ദ്രട്ടൻ്റെ അച്ഛൻ്റെ എല്ലാ തെളിവുകളും ഇന്ദ്രട്ടൻ്റെ അമ്മ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇത് തന്നെ അവരെ ഭയക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അയാൾ അത് തന്നെ ഇന്ദ്രട്ടൻ്റെ അച്ഛൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇനി ഞാനിതങ്ങനെ വെറുതെ വിടില്ല, ഞാൻ ഇതിൻ്റെ പിറകെ പോകും എന്നുള്ള തീരുമാനം അനുപമ എടുക്കുന്നു കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാട് അമ്പിളി എണീക്കുമ്പോൾ അവിടെ രഘുവൊന്നും ഇല്ല. അങ്ങനെ പതിയെ കതക് തുറന്ന് അമ്പിളി ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. തൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയാവുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തി വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മാഷ് പറഞ്ഞതുപോലെ തന്നെ താൻ വല്ലാതെ ആടി ഉലയുന്ന മനസ്സായി മാറുകയാണ്. അങ്ങനെ അമ്പിളിയെ മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് 4 പുറവും നോക്കുമ്പോൾ അമ്പിളിയെ ഞെട്ടിപ്പിച്ച ആ കാഴ്ച കേട്ടോ. അങ്ങനെ ഒരു കാഴ്ചയിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.